എക്സസൈസ് 10.2 ആണ്. ഓക്കെ, എക്സസൈസ് എന്താണ്? 10.2 ആണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ്. അപ്പോൾ നമുക്കിവിടെ താഴെ കുറച്ച് വെക്ടറുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, അതിൻ്റെയൊക്കെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ആദ്യത്തെ ചോദ്യം എന്താ പറയുന്നത്? എ വെക്ടർ ഈക്വൽ ടു ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എ വെക്ടർ എന്ന് പറഞ്ഞിട്ട് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എനി വെക്ടർ, ഏതൊരു വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഏതൊരു വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് I component square plus j component square plus k component square. Okay, so magnitude of a equals square root of എങ്ങനെ വരും? 1 square. I യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. So 1 square plus j യുടെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. So 1 square plus k യുടെ കോഎഫിഷ്യന്റ് എന്ത് തന്നെയാണ്? 1 ആണ്. So 1 square equals എന്ത് വരും? root of 1 square എന്ന് പറയുന്ന 1 വരും plus 1 plus 1. ഓക്കെ, അപ്പോൾ എന്ത് വരും മക്കളെ? ഈക്വൽ ടു √3 വരും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എന്താണ്? √3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോളോയിങ് വെക്ടേഴ്സ്. ഓക്കെ, ഇതും നമ്മൾക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. ബി വെക്ടർ തന്നിട്ടുണ്ട് 2i ക്യാപ്പ് മൈനസ് 7j ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ്. ഓക്കെ, സോ അതാണ് നമുക്ക് തന്നിട്ടുള്ള വെക്ടർ. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 7 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ. ഓക്കെ, എങ്ങനെ വരും മക്കളെ? റൂട്ട് ഓഫ് ഐയുടെ വാല്യൂ, ഐയുടെ കൂടെ നിൽക്കുന്ന വാല്യൂ എന്താണ്? 2 ആണ്. സോ 2 സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെ നിൽക്കുന്നത്, അതായത് നമുക്ക് ഒരു വെക്റ്റർ എ വെക്റ്റർ ഈക്വൽ ടു എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ് എന്നുള്ള മോഡലിലാണുള്ളതെങ്കിൽ ഓക്കെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 7 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ. അപ്പോൾ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ എത്രയാണ് മക്കളെ? 4 ആണ്. പ്ലസ് മൈനസ് 7 സ്ക്വയർ എന്ത് വരും? മൈനസ് 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. പ്ലസ് മൈനസ് 3 സ്ക്വയർ എന്താ വരുന്നത് മക്കളെ? മൈനസ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, സോ റൂട്ട് ഓഫ് 4 പ്ലസ് 49 പ്ലസ് 9 വരും. അത് എത്ര വരും? സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 49 എത്ര വരും? 53 വരും. 53 പ്ലസ് 9 എന്ന് പറയുന്നത് 62 ആണ്. ഓക്കെ, സോ റൂട്ട് 62 വരും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. നോക്കിക്കേ, 62 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 31 വരും. ഫർദർ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല. സോ ഇതിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി നമുക്ക് എന്ത് പറയാം? റൂട്ട് 62 ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സോ സി എന്ന് പറയുന്ന വെക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ magnitude of C, okay, equal to root of magnitude of C equal to എന്ത് വരും? root of, okay, root കുറച്ചും കൂടെ വലുതാക്കണം. root of 1 by root 3 square plus 1 by root 3 square plus minus 1 by root 3 square. okay, ഇവിടെ നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് അഥവാ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് 1 by root 3 1 by root 3 മൈനസ് 1 by root 3 ആണ്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ ചെയ്യുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ഓഫ് 1 by root 3 സ്ക്വയർ എന്ത് വരും? 1 by 3 പ്ലസ് 1 by 3 പ്ലസ് എന്ത് വരും? 1 by 3. ഓക്കെ, ഇതെന്ത് വരും? റൂട്ട് ഓഫ് 3 by 3 വരും. 3 by 3 എത്രയാ? 1 ആണ്. സോ റൂട്ട് 1 എന്ന് പറയുന്നത് എത്ര വരും? 1 വരും. അങ്ങനെയാകുമ്പോൾ
സി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ മക്കളെ? സി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഏതൊരു വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വെക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. സോ സി വെക്ടർ എന്ന് പറയുന്നത് എന്ത് വെക്ടറാ മക്കളെ? യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, സോ സി വെക്ടർ ഈസ് എ യൂണിറ്റ് വെക്ടർ. ഓക്കെ, അടുത്തത് റൈറ്റ് ടു ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഒരേ മാഗ്നിറ്റ്യൂഡ് വരുന്ന രണ്ട് വെക്ടേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് എഴുതണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താകണം? സെയിം ആകണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ ഏതും പറയാം. മാഗ്നിറ്റ്യൂഡ് സെയിം ആകണം, ഡയറക്ഷൻസ് ഡിഫറെൻ്റ് ആകണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനുള്ള എഴുതാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആദ്യം നമുക്ക് എക്സിനും വൈക്കിനും ഇസഡിനും നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കുന്നെങ്കിൽ അടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താകും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ √(x² + y² + z² അല്ലേ എടുക്കുന്ന. സോ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ബട്ട് ഡയറക്ഷൻ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തെടുക്കാം? ഒരു 2i cap - 3j cap -4k cap ഇങ്ങനെ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം. ഓക്കെ, ബി വെക്ടർ എന്തായിട്ട് എടുക്കാം? ബി വെക്ടർ ഈക്വൽ ടു 3i cap -2j cap +4k cap ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? √2² + -3² + -4². ഓക്കെ, ഈ ഒരു മോഡലിനായിരിക്കും വരുന്നത്. ഇതെന്തായിരിക്കും വരുന്നത്? √2² എത്ര വരും? 4 വരും. ഓക്കെ, -3² എന്ത് വരും? 9 വരും. അതുപോലെ -4² എന്ത് വരും? 16 വരും. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? നമുക്ക് എന്ത് വരും? 4 + 9 13, 13 + 16 29. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വരും? 29, √29 വന്നു. ഇനി അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു √3² + -2² + 4². ഓക്കെ, ഇവിടെ എന്ത് വരും? √9 + 4 + 16. ഓക്കെ, ഇത് എത്ര വരും? ഇത് നമുക്ക് 29 തന്നെയാണ് വരുന്നത്. √29 തന്നെയാണ് വരുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നതും സെയിം ആണ്, ബട്ട് അവരുടെ ഡയറക്ഷൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, കാരണം അതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, ഇസഡ് കമ്പോണൻറ്റുകൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്, ബട്ട് അവരുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. കാരണം ബി എന്ന് പറയുന്ന എയുടെ സ്കെയിലാർ മൾട്ടിപ്പിൾ വല്ലതും ആണോ? അല്ല. സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു എന്താണ്? സെയിം ഡയറക്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡയറക്ഷൻ സെയിം അല്ല, ബട്ട് എന്താണ്? മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, സോ ഹിയർ നമുക്ക് എന്ത് പറയാം? എ വെക്ടർ ആൻഡ് ബി വെക്ടർ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ബട്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഡയറക്ഷൻ. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? റൈറ്റ് 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ഹാവിങ് സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനുള്ള 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ എന്ത് സെയിം ആയിരിക്കണം? ഡയറക്ഷൻ സെയിം ആയിരിക്കണം, ബട്ട് അവരുടെ മാഗ്നിറ്റ്യൂഡ് എന്താകണം? ഡിഫറൻ്റ് ആകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള 2 വെക്ടേഴ്സാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് അവരുടെ ഡയറക്ഷൻ സെയിം ബട്ട് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള 2 വെക്ടേഴ്സ് എഴുതാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്ന ഒന്നുമില്ല, ഒരു എ വെക്ടർ ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ഒരു വെക്ടർ എഴുതാം. ബി വെക്ടർ അതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയാൽ മതിയാകും. ഓക്കെ, ബി വെക്ടർ അതിൻ്റെ ഒരു സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയാൽ മതിയാകും. അപ്പം നമുക്കിവിടെ എ വെക്ടർ ആയിട്ട് എ വെക്ടർ ഈക്വൽ ടു i + j + k സിമ്പിളായിട്ട് എടുത്തതാണ്. ഓക്കെ, ഒരു ബി വെക്ടർ നമുക്ക് എന്തായിട്ട് എടുക്കാം? ബി വെക്ടർ ഈക്വൽ ടു ഒരു 3i + 3j + 3k ഇങ്ങനെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത്, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമുക്ക് എന്ത് വരും? √(1 +
1 square plus 1 square plus 1 square എന്ത് വരും നോക്കിക്കേ √3 വരും. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്താണ് √3 ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ത് വരും നോക്കിക്കേ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ റൂട്ട് എത്ര വരും 9 പ്ലസ് 9 പ്ലസ് 9. ഓക്കെ, അപ്പോൾ 27 വരും. 9 പ്ലസ് 9 18, 18 പ്ലസ് 9 27. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് 3√3 എന്ന് എഴുതാം. ഇവിടെ നോക്കിക്കേ മാഗ്നിറ്റ്യൂഡ് എന്താണ് ഡിഫറൻ്റ് ആണ്. ഹിയർ മാഗ്നിറ്റ്യൂഡ് ഈസ് ഡിഫറൻറ്റ്. ഹിയർ മാഗ്നിറ്റ്യൂഡ് ഈസ് ഡിഫറൻറ്റ്. നമുക്ക് എന്ത് എഴുതി നോക്കാം? എയുടെയും ബിയുടെയും ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സ് എഴുതി നോക്കാം. ഓക്കെ, യൂണിറ്റ് വെക്റ്റേഴ്സ് in the direction of A and B. അല്ലെങ്കിൽ ഡയറക്ഷൻ കൊസൈൻസ്, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് എഴുതാമെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. യൂണിറ്റ് വെക്റ്റർ എന്ന് പറയേണ്ട ഡയറക്ഷൻ കൊസൈൻസ് പറഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ് സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിരിക്കും ഡയറക്ഷനും സെയിം ആയിരിക്കും. ഓക്കെ, ഡയറക്ഷൻ കൊസൈൻസ് എഴുതിയാണെന്നെങ്കിലും പറഞ്ഞാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ, എയുടെ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്തായിരിക്കും വരുന്നത് നോക്കിക്കേ മക്കളെ 1/√3 എക്സ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, y എന്ന മണ്ണാണ്, സോ 1/√3 ഇതും എന്ത് വരും 1/√3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എന്താണ് ബി വെക്ടർ നോക്കാം. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ബി വെക്ടർ എന്ത് വരും 3/3√3 3/3√3. ഓക്കെ, ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആവും മക്കളെ? 3യും 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 3യും. ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെ ക്യാൻസൽ ആകും? 3യും 3യും ക്യാൻസൽ ആകും, 3യും 3യും ക്യാൻസൽ ആകും, 3യും 3യും ക്യാൻസൽ ആകും. ഓക്കെ, നമുക്ക് എന്നിട്ട് എന്ത് കിട്ടും? ഈക്വൽ ടു 1/√3, 1/√3, 1/√3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എയും ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ബിയും സെയിം ആണ്. ഹിയർ both have same direction cosines. Okay, രണ്ടിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ് സെയിം ആണ്. therefore വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഹാവ് സെയിം ഡയറക്ഷൻ. ഹാവ് എന്താ മക്കൾ പറയാം മക്കളെ? ഹാവ് സെയിം ഡയറക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് വെക്ടറിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്, ബട്ട് മാഗ്നിറ്റ്യൂഡ് എന്താണ് ഡിഫറൻ്റ് ആണ്. ഓക്കെ, നോക്കിക്കേ എയുടെ മാഗ്നിറ്റ്യൂഡ് √3 ആണ്, ബട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ് 3√3 ആണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i + 3j ആൻഡ് xi + yj ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. എ വെക്ടർ എന്ന് പറഞ്ഞെടുക്കാം. ലെറ്റ് എ വെക്ടർ ഈക്വൽ ടു 2i + 3j, ബി വെക്ടർ ഈക്വൽ ടു xi + yj. ഓക്കെ, ഗിവൺ എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ വെക്ടർ എ ഈക്വൽസ് വെക്ടർ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ വെക്ടർ ഈക്വൽ ടു ബി വെക്ടർ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് 2i + 3j ഈക്വൽസ് xi + yj. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാം? നോക്കിക്കേ, ഐയുടെ കമ്പോണൻറ്റുകൾ സെയിം ആയിരിക്കണം, വൈയുടെ ജെയുടെ കമ്പോണൻറ്റുകളും സെയിം ആവണം. രണ്ട് വെക്ടേഴ്സുകൾ ഈക്വൽ ആവണം. കമ്പോണൻറ്റ് ഫോമിലുള്ള രണ്ട് വെക്ടറുകൾ ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ ഐ കമ്പോണൻറ്റ് സെയിം ആകണം, ജെ കമ്പോണൻറ്റ് സെയിം ആവണം, കെ കമ്പോണൻറ്റുകൾ സെയിം ആകണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് x = 2 ആൻഡ് y = 3 എന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Find the scalar and vector components of the vector with initial point 2, 1 and terminal point -5, 7. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്? നമുക്ക് ഒരു വെക്ടറിൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റുകളും അതുപോലെ വെക്ടർ കമ്പോണൻറ്റുകളും കണ്ടുപിടിക്കുക. ഓക്കെ, ഇനിഷ്യൽ പോയിന്റ് എന്താണ്? 2, 1 ആണ്. ടെർമിനൽ പോയിന്റ് -5, 7 ആണ്. ഓക്കെ, സോ ലെറ്റ്
let A equals 2 1 and B equals -5 7. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? വെക്റ്റർ എ ബി കണ്ടുപിടിക്കണം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനിഷ്യൽ പോയിന്റ് എയും ടെർമിനൽ പോയിന്റ് ബിയും വരുന്ന രീതിക്കുള്ളൊരു വെക്റ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, വെക്റ്റർ എ ബി ഈക്വൽസ്, എ ബി എങ്ങനെ പറയാം മക്കളെ? എ ബി എന്ന് പറയുന്നത് എക്സ് വാല്യൂകളുടെ ഡിഫറൻസ് ഐ ക്യാപ്പ് പ്ലസ് വൈ വാല്യൂകളുടെ ഡിഫറൻസ് ജെ ക്യാപ്പ്. ഓക്കെ, എ ബി ഈക്വൽസ് എന്ത് വരും? -5 ബിയുടെ എക്സ് വാല്യൂ ആണ്, -5 -2 ഐ ക്യാപ്പ് പ്ലസ് 7 -1 ജെ ക്യാപ്പ്. ഓക്കെ, ഇതെന്ത് വരും? -7 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ്. അപ്പോൾ നമ്മളുടെ വെക്ടർ, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വെക്ടർ എന്താണ്? -7 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ്. അപ്പോൾ നമുക്കിനി എന്താ വേണ്ടത്? സ്കെയിലാർ കമ്പോണൻറ്റും വെക്ടർ കമ്പോണൻറ്റും. സ്കെയിലാർ കമ്പോണൻസ് ഓഫ് എ ബി, സ്കെയിലാർ കമ്പോണൻസ് ഓഫ് എ ബി എന്താണ്? അതിൻ്റെ എക്സ് വൈ വാല്യൂസ്. ഓക്കെ, എന്ത് വരും? ഈക്വൽസ് 7, 6. വെക്റ്റർ കമ്പോണൻസ് ഓഫ് എ ബി, വെക്റ്റർ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ കൊടുക്കുക? ഐ ജെയും കൂടെ കൊടുക്കുക. ഓക്കെ, എ ബി ഈക്വൽസ് എന്ത് വരും? 7i -7 ഉണ്ടേ, -7i, 6j. ഓക്കെ, അപ്പോൾ സ്കെയിലാർ കമ്പോണൻസ് -7 ഉം 6 ആണ്. വെക്റ്റർ കമ്പോണൻസ് -7iയും 6jയുമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് എ വെക്റ്റർ ഈക്വൽസ് ഐ ക്യാപ്പ് -2 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ്, ബി വെക്റ്റർ ഈക്വൽസ് -2 ഐ ക്യാപ്പ് പ്ലസ് 4 ജെ ക്യാപ്പ് പ്ലസ് 5 കെ ക്യാപ്പ്, and C vector equal to I vector I cap minus 6 J cap minus 7 K cap. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ വെക്ടറുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. ഈ വെക്ടറുകളുടെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് നോക്കാം. എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഈ സമ്മ് കണ്ടുപിടിക്കാം മക്കളെ? എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 3 വെക്ടറുകളുടെയും ഐ കമ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, ജെ കമ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, കെ കമ്പോണൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സോ അതെങ്ങനെ വരും? ഇവിടെ നോക്കിക്കേ, ഐയുടെ കമ്പോണൻറ്റുകൾ 1 -2 +1. ഓക്കെ, ഐ ക്യാപ്പ് പ്ലസ് -2 ജെ കമ്പോണൻറ്റുകൾ ഏതൊക്കെയാ? +4 -6. ഓക്കെ, ജെ ക്യാപ്പ്. ഇനി അടുത്ത് എങ്ങനെയാണ് വരുന്നത്? കെ കമ്പോണൻറ്റുകൾ ഏതൊക്കെയാ? +1, കെ കമ്പോണൻറ്റ് 1 ആണ്. അടുത്ത് ഇവിടുത്തെ കെ കമ്പോണൻറ്റ് എന്താ? 5 ആണ്. സോ +5. ഇവിടുത്തെ കെ കമ്പോണൻറ്റ് -7 ആണ്. സോ -7 കെ ക്യാപ്പ്. ഇതായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐയുടെ വാല്യൂ എന്ത് വരും? ഐ കമ്പോണൻറ്റ് വാല്യൂ എന്ത് വരും? 1 -2 -1 +1 0 ഐ ക്യാപ്പ്. ഓക്കെ, -2 +4 2 2 -6 -4. ഓക്കെ, അപ്പോൾ എന്ത് വരും? പ്ലസ് -4 ജെ ക്യാപ്പ്. അടുത്ത് എന്ത് വരും? പ്ലസ് എന്ത് വരും? 5 6 6 -7 -1 കെ ക്യാപ്പ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 0 ഐ ക്യാപ്പ്. സോ 0 എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഐ ക്യാപ്പ് ഉപേക്ഷിക്കാം. -4 ജെ ക്യാപ്പ് -1 കെ ക്യാപ്പ് കെ ക്യാപ്പ്. അപ്പോൾ നമുക്ക് എ വെക്ടർ പ്ലസ് ബി വെക്ടർ പ്ലസ് സി വെക്ടർ എന്താ കിട്ടിയേ? -4 ജെ ക്യാപ്പ് കെ ക്യാപ്പ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടർ എ വെക്ടർ ഈക്വൽസ് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ എ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എഴുതുക. ഓക്കെ, യൂണിറ്റ് വെക്ടർ in the direction, okay, in the direction of എന്താണ്? എ വെക്ടർ ഈസ് ഏതാണ്? എ ക്യാപ്പ് ആണ്. ഓക്കെ, എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ നോട്ട് ചെയ്യുന്നത് എ ക്യാപ്പ് കൊണ്ടാണ്. സോ എ ക്യാപ്പിൻ്റെ ഫോർമുല എന്താ? എ ക്യാപ്പ് ഈക്വൽസ് എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. എ വെക്ടർ ബൈ എന്താണ് മക്കളെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ആദ്യം കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഈക്വൽ ടു √(1
1 square plus 1 square plus 2 square. X value 1 ആണ്, y value 1 ആണ്, z value 2 ആണ്. So which will be nothing but root of 1 square 1 plus 1 plus 4, which will be nothing but root 6. Okay, so magnitude of a എന്താണ് കിട്ടിയത്? root 6 ആണ്. Okay, so unit vector a cap. Unit vector a cap is nothing but എന്ത് വരും? I cap, അതായത് 1 by root 6 I cap plus 1 by root 6 j cap plus 2 by root 6 k cap. എന്താണ് മക്കളെ? ഇതാണ് നമ്മുടെ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഫുൾ വെക്റ്ററിനെ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ അടുത്ത ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ പി ക്യൂ where P and Q are the points 1, 2, 3 and 4, 5, 6 respectively. Okay, അപ്പോൾ നമുക്ക് പി ക്യൂവിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും പോയിന്റുകളാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പി ക്യൂ വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇനിഷ്യൽ പോയിന്റ് പിയും ടെർമിനൽ പോയിന്റ് ക്യൂവും തന്നിട്ടുണ്ട്. പി ക്യൂ വെക്റ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ടെർമിനൽ പോയിന്റ് മൈനസ് ഇനിഷ്യൽ പോയിന്റ്. ഓക്കെ, സോ വെക്റ്റർ പി ക്യൂ ഈക്വൽസ് എന്ത് വരും? 4 minus 1 I cap plus 5 minus 2 j cap plus 6 minus 3 k cap എന്ന് വരും. ഓക്കെ, 4 minus 1 എന്ത് വരും? 3 I cap plus 3 j cap plus 3 k cap. ഓക്കെ, സോ പി ക്യൂ എന്ന് പറയുന്ന വെക്റ്റർ എന്താണ്? 3 I cap plus 3 j cap plus 3 k cap ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം മക്കളെ? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലേ? 4 minus 1 3, 5 minus 2 6 minus 3. ഓക്കെ, ഇതെന്ത് വരും? റൂട്ട് 27 വരും, അഥവാ 3 root 3 കിട്ടും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എത്ര വരും മക്കളെ? 3 root 3 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് പി ക്യൂ കണ്ടുപിടിച്ച് നോക്കാം. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ പി ക്യൂ. പി ക്യൂ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ എങ്ങനെ വരും? ഈക്വൽസ് വെക്റ്റർ പി ക്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യൂ. എങ്ങനെ വരും? വെക്റ്റർ പി ക്യൂ എന്ത് വരും? അപ്പോൾ 3 by 3 root 3 I cap plus 3 by 3 root 3 j cap plus 3 by 3 root 3 k cap. ഇവിടെ എന്തൊക്കെ വെട്ടിപ്പോകും മക്കളെ? 3ഉം 3ഉം വെട്ടിപ്പോകും, 3ഉം 3ഉം വെട്ടിപ്പോകും, അതുപോലെ ഈ 3ഉം 3ഉം വെട്ടിപ്പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? which will be nothing but 1 by root 3 I cap plus 1 by root 3 j cap plus 1 over root 3 k cap എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഈ ഒരു മോഡലിനാണ് നമുക്ക് പോയിന്റ്സ് തന്നിരുന്ന അതിൽ നിന്ന് വെക്റ്റർ കണ്ടുപിടിക്കാനും ആ വെക്റ്റർ ഉപയോഗിച്ച് യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനും ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഫോർ ഗിവൺ വെക്റ്റേഴ്സ് എ വെക്റ്റർ ഈക്വൽസ് ടു ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് 2 കെ ക്യാപ്പ് ആൻഡ് ബി വെക്റ്റർ ഈക്വൽ ടു മൈനസ് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്റ്റർ എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? എ വെക്റ്ററും ബി വെക്റ്ററും തന്നിട്ടുണ്ട്. എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലേക്ക് വരുന്ന യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. ഓക്കെ, എ പ്ലസ് ബിയുടെ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ പ്ലസ് ബി കണ്ടുപിടിക്കണം. വെക്റ്റർ എ പ്ലസ് ബി ഈക്വൽസ് എന്ത് വരും? എക്സ് ഐ കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യുക, ജെ കമ്പോണൻറ്റ് ആഡ് ചെയ്യുക, കെ കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യുക. സോ 2i മൈനസ് ഐ, 2i മൈനസ് ഐ എന്ത്? 2 മൈനസ് 1i. ഓക്കെ, അടുത്തെന്ത് വരും? പ്ലസ് മൈനസ് 1 പ്ലസ് 1 ജെ. അടുത്തെന്ത് വരും? പ്ലസ് 2 മൈനസ് 1 കെ. സോ നമുക്ക് എന്ത് കിട്ടും? ഐ ക്യാപ്പ് ജെ ക്യാൻസൽ ആയി പോകും, പ്ലസ് കെ ക്യാപ്പ് എന്ന് വരും. ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് ആണ് എന്ത്? എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് റൂട്ട് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് വെക്റ്റർ in the direction of
എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ. അതെങ്ങനെ വരും? എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് വരും. ഓക്കെ, എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്താണ്? ഐ പ്ലസ് കെ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്ററോ √2 ആണ്. സോ ഇറ്റ് വിൽ ബി 1/√2 ഐ ക്യാപ്പ് പ്ലസ് 1/√2 കെ ക്യാപ്പ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെ അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 5i - j + 2k വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 5i - j + 2kയുടെ ഡയറക്ഷനിലുള്ള വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് മക്കളെ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 മാഗ്നിറ്റ്യൂഡ് വരുന്ന രീതിക്കുള്ള വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ 8 മാഗ്നിറ്റ്യൂഡ് വരുന്ന രീതിക്കുള്ള വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അതേ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ യൂണിറ്റ് വെക്ടറിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് A vector equals 5i cap minus j cap plus 2k cap. ഓക്കെ, എ വെക്ടർ ആണ് എന്ത്? 5i cap minus j cap plus 2k cap എന്ന് പറയുന്ന വെക്ടർ ആയിട്ട് എടുക്കാം. ഓക്കെ, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. എ ക്യാപ്പ്. അപ്പോൾ എന്താണ്? എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു √5² പ്ലസ് -1² പ്ലസ് 2² വിച്ച് വിൽ ബി നത്തിങ് ബട്ട് 25 + 1 + 4. ഓക്കെ, എത്ര വരും? √30 വരും. എത്ര വരും മക്കളെ? √30 വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എ വെക്ടർ √30 നമുക്ക് എന്തെങ്കിലും പറ്റുമോ? 6 × 5 ഇല്ല, വേറെ ഒന്നും പറ്റത്തില്ല. സോ √30 തന്നെയാണ്. സോ എ വെക്ടർ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എങ്ങനെ വരും? 5/√30 ഐ ക്യാപ്പ് മൈനസ് 5/√30 സോറി 5 ഇല്ല 1/, ആണേ. അപ്പോൾ എന്ത് വരും? 1/√30 ജെ ക്യാപ്പ് പ്ലസ് 2/√30 കെ ക്യാപ്പ്. ഓക്കെ, സോ ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിച്ചത്. പക്ഷെ നമുക്കിവിടെ ചോദ്യം യൂണിറ്റ് വെക്ടറാണോ? അല്ല, മാഗ്നിറ്റ്യൂഡ് 8 വരുന്ന വെക്ടറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വെക്ടർ ഇൻ ദിസ് ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വിത്ത് മാഗ്നിറ്റ്യൂഡ് 8. വിത്ത് മാഗ്നിറ്റ്യൂഡ് 8. സോ മാഗ്നിറ്റ്യൂഡ് 8 വരുന്ന രീതിക്ക് എയുടെ ഡയറക്ഷനിലുള്ള വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ അതുകൊണ്ട് എത്ര നമ്പറാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയും മാഗ്നിറ്റ്യൂഡ് നമ്മളുടെ വെക്ടറിന് കിട്ടും. ഓക്കെ, സോ ഇതെന്ത് വരും? 8a ക്യാപ്പ് എന്ന് പറയാം. സോ നമുക്കിവിടെ പറയാം 8 × 5 40. സോ 40/√30 ഐ ക്യാപ്പ് പ്ലസ് മൈനസ് 8/√30 ജെ ക്യാപ്പ് പ്ലസ് 16/√30 കെ ക്യാപ്പ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ് 2i cap minus 3j cap plus 4 cap and -4i cap plus 6j cap minus 8 cap are collinear. സോ നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് വെക്ടറും കൊളീനിയർ ആണെന്ന് കാണിക്കുക. ഈ രണ്ട് വെക്ടർ എന്താണെന്ന് കാണിക്കുക മക്കളെ? കൊളീനിയർ ആണെന്ന് കാണിക്കുക. ഓക്കെ, സോ ആ രണ്ട് വെക്ടേഴ്സും ഒരേ ലൈനിന് പാരലലായിട്ട് വരുന്ന വെക്ടറാണ് എന്ന് കാണിക്കുക. ഓക്കെ, ഹിയർ ലെറ്റ് A vector equals 2i cap minus 3j cap plus 4k cap. B vector equal to -4i cap plus 6j cap minus 8k cap. സോ ഇനി നമുക്ക് ഒരു വെക്ടർ മറ്റൊന്നുമായിട്ട് കൊളീനിയർ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? രണ്ടിൻ്റെയും കൊസൈൻ വാല്യൂസ് ഡയറക്ഷൻ കൊസൈൻസ് സെയിം ആയിരിക്കണം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിച്ച് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്ന് മറ്റേതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒന്ന് മറ്റേതിൻ്റെ എന്താണ്? സ്കെയിലാർ മൾട്ടിപ്പിൾ ആണ്. നോക്കിക്കേ, 2 4 -3 6 4 -8. ഓക്കെ, 2 - 4. ഓക്കെ, 2 - 4 -3 6 4 -8. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാകാം എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ എല്ലാ വാല്യൂസിൻ്റെ കൂടെ -2 മൾട്ടിപ്ലൈ ചെയ്താൽ ബി എന്ന് പറയുന്ന വെക്ടർ കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? -4a കണ്ടുപിടിച്ച് നോക്കാം. സോറി -2a.
minus 2a equals minus 4 I cap minus of minus plus ആകും plus 6j cap minus 8k cap. ഇതെന്തിന് തുല്യമാണ്? which is nothing but b. ഓക്കെ, ഇതെന്തിൻ്റെ വാല്യൂ ആണ്? ബിയുടെ വാല്യൂ ആണ്. that is b vector equals 2a vector. therefore a and b are collinear. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയും ബിയും കൊളീനിയർ ആണെന്ന് പറയാം. കാരണം ഒന്ന് മറ്റേൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദ വെക്ടർ ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് പ്ലസ് 3 ക്യാപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വെക്ടർ തന്നിട്ടുണ്ട്. ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കാനാണ്. ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഓരോ കമ്പോണൻറ്റുകളും എക്സ് വാല്യൂ, വൈ വാല്യൂ, ഇസഡ് വാല്യൂ. എക്സ് വാല്യൂ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, അഥവാ എക്സ് വാല്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, വൈ വാല്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ഇസഡ് വാല്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. സോ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് എ വെക്ടർ ഈക്വൽസ് ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് 3k ക്യാപ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ റേഷ്യോസ് എന്തൊക്കെ വരും? ഡയറക്ഷൻ റേഷ്യോസ് ആർ 1, 2, 3. ഓക്കെ, അതിൻ്റെ സ്കെയിലാർ കമ്പോണൻറ്റുകൾ, അതിനെയാണ് എന്തെന്ന് പറയുന്ന ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഇനി നമുക്ക് എന്തും വേണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എയും വേണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽസ് റൂട്ട് ഓഫ് 1 square plus 2 square plus 3 square, which will be nothing but 1 plus 4 plus 9, that is root 14. Okay, so magnitude of a vector എന്താണ്? root 14 ആണ്. Okay, so നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കൊസൈൻസ് ആർ, ഡയറക്ഷൻ കൊസൈൻസ് എന്തൊക്കെ വരും? 1 by root 14, 2 by root 14, 3 by root 14. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് LMN ആർ നത്തിങ് ബട്ട് എക്സ് ബൈ റൂട്ട് എ, വൈ ബൈ റൂട്ട് എ ആൻഡ് ഇസഡ് ബൈ റൂട്ട് എ. ഓക്കെ,